വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അമ്പലങ്ങളിൽ പോകാണ് കേട്ടോ. ഒരു 2 അമ്പലങ്ങളിൽ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലേക്കാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു കാണും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ താഴെ അമ്പലത്തിൽ തൊഴുതു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേളിലെ അമ്പലത്തിലും പോയി ചുറ്റും വലം വെച്ച് തൊഴുതിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം നമ്മളവിടെ നിന്നു കേട്ടോ. നല്ല രസമായിരുന്നു വെളുപ്പിനെ ചെന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ പാൽപ്പൊങ്കാലയൊക്കെ ഇടാൻ വരുമ്പോഴത്തേക്ക് നിൽക്കാനേ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ ആളില്ലാത്ത സമയത്തൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടി നല്ല രസമാണ്. അതിന് വെളുപ്പിനെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആന ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ ആന കാണാറുണ്ട്, പക്ഷേ ഇന്ന് ആനയൊന്നും കണ്ടില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ പൂരത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 2 മാസം കഴിഞ്ഞ് കാണും ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട്. അന്ന് തന്നെയായിരുന്നു നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്ക് കാണുമെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ വെക്കേഷനാണ്, കുട്ടികൾക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ട. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ ബസ് കാത്തു നിന്നു. ഇന്നലെ ഏതോ അമ്പലത്തിൽ ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പോപ്പറൊക്കെ പൊട്ടിയതിൻ്റെ ബാക്കി അവിടെ കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളവിടെ ഇരിപ്പായി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബസ് കിട്ടി നമ്മൾ നേരെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫുൾ കൃഷ്ണന്മാരായിരുന്നു കേട്ടോ. കടകളിലെല്ലാം കൃഷ്ണന്മാരെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിഷു അടുത്തല്ലോ, അതുകൊണ്ട് തന്നെ കൃഷ്ണന്മാർ ഫുള്ള് എങ്ങോട്ട് നോക്കിയാലും കൃഷ്ണന്മാരായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക്. നമുക്ക് കണിക്കൊന്നൊന്നും വിഷു സമയമാകുമ്പോൾ എങ്ങും കിട്ടാറില്ല. നമ്മുടെ വീട്ടിലും മരം ഉണ്ടെങ്കിൽ തന്നെ വിഷു സമയത്ത് അത് പൂക്കത്തുമില്ല. അതിന് മുന്നേ പൂവൊക്കെ വീണ് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കുവേ. അപ്പോൾ നമുക്കിത് ആർട്ടിഫിഷ്യലായിട്ട് കുറേ കണിക്കൊന്നയൊക്കെ എല്ലാ കടകളിലും ഇപ്പോൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് റേറ്റ് ചോദിച്ചിട്ടോ. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കൃഷ്ണൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം വിഷു ആയതുകൊണ്ട് എല്ലാത്തിനും അവർ പൈസ കൂട്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചിറയിൽ പോയി ഒന്ന് കാല് കഴുകിയിട്ട് കയറാമെന്ന് കരുതി. നല്ല വഴുക്കലുണ്ടായതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഇറങ്ങിയില്ല. പിന്നെ ലച്ച് വഴക്കുണ്ടാക്കി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ കുറേ പേര് മീനിന് തീറ്റയും കടലയൊക്കെ ഇട്ട് കൊടുക്കാൻ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇവിടെ പാർട്ടീഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളവിടെ കുറേ നേരം മീനിനെയൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ അകത്ത് തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലപോലെ വഴുക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കഴുകാൻ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വഴുക്കലുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു. അവിടുന്ന് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി. ഇപ്പോൾ എന്തോ ദീപാരാധന നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറി കേട്ടോ. പക്ഷേ നമുക്ക് ഉദയാസ്തമന പൂജ കാരണം ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായി കേട്ടോ. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ ഒന്നാമത് പോകുന്നത്, കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും. പിന്നെ വലിയവർക്കും അങ്ങനെയൊക്കെ തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഉദയാസ്തമന പൂജയാണെന്നുള്ള കാര്യം. നമ്മൾ ഓർത്തില്ല. നമ്മുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ്. പിന്നെ മിക്കവാറും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ തിരക്ക് നേരത്തെക്കാളിലും കുറവായിരിക്കും കേട്ടോ. എന്നത്തെ തിരക്കിനേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് തേങ്ങ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. തേങ്ങ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. സാധാരണ ഇവിടെ ഒരുപാട് പേരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ലച്ചത് ഞാൻ ആദ്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ലച്ച് ഉടച്ചത്. പക്ഷേ ഇത് അതൊട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ, ചിതറിയൊന്നും പോയില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവൾ. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞു. ഇനി സാധാരണ നമ്മൾ തേങ്ങ ഉടച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ പ്രസാദവും വാങ്ങിയിട്ട് അവിടെ പോയി ഇരിക്കാറ്. പക്ഷേ ഇന്ന് ഉണ്ണിയപ്പം മേടിക്കാൻ ഉണ്ണിയപ്പം ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നമ്മൾ നടക്കുകയാണ് കേട്ടോ. സാധാരണ നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം വന്ന് നമ്മൾ പിന്നൊരു ദിവസമാണ് കേട്ടോ നടത്താറ്. ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ. പിന്നെ എന്താ ഉടനെ ഉത്സവം വരുന്നുണ്ട്. ഉത്സവത്തിൻ്റെ നോട്ടീസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കും കിട്ടിയൊരു നോട്ടീസ്. ഇഷ്ടംപോലെ പരിപാടികളുണ്ട് കേട്ടോ. നരേഷ് അയ്യറുടെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ താമസിക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ ഓരോ കടകൾ കാണുമ്പോഴും ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വടയും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഈ കാപ്പി ഐറ്റംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് മസാല ദോശ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത്
ഫുഡാണ് ഫേവറേറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, രാവിലത്തെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശയും സാമ്പാറുണ്ടായിരുന്നു. സാമ്പാർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ മസാല ദോശ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എന്നേ ഉള്ളൂ. ചമ്മന്തി കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത് കഴിച്ചിട്ട് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ശ്രീകുട്ടി യോഗട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ യോഗട്ടിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലച്ചു അവിടെ നിന്ന്. അവൾക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് യോഗട്ട് കുടിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ നമ്മൾ പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു പിള്ളേരുടേത്. ഇപ്പം തന്നെ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റാ ബൈ ബൈ, സീ യു.